let's introduce the security staff of our college, Pragashan. He has worked as marketing manager and as a security staff in different companies before. He really doesn't need an introduction for us. We all know him very well. Let's welcome our very own Prakasheta. എന്താ പ്രകാശേട്ടാ സുഖല്ലേ? സുഖമാണ്. എന്തൊക്കെയുണ്ട്? നല്ല വിശേഷങ്ങൾ. അപ്പോൾ പ്രകാശേട്ടാ എങ്ങനെയുണ്ട് ഈ സുരക്ഷാ മേഖലയിൽ? പ്രകാശേട്ടന് മുന്നേ പരിചയം ഉണ്ടായിരുന്നോ? ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? വളരെ സന്തോഷമാണ് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയതിൽ. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മക്കളൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. മറ്റുള്ള മേഖലയിൽ ചെയ്തതിനേക്കാളും ഒരു സന്തോഷമായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. എൻ്റെ മുന്നുണ്ടായിരുന്ന അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ ഈ സുരക്ഷാ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മിൽമേല് കുറച്ച് വർഷം ഉണ്ടായിരുന്നു. അതിൽ വളരെ ഒരു എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിമത്തം പോലെ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞാലും നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്ന ചില മേഖലകളുണ്ട്. പക്ഷെ അതിനെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ NMS ഗവൺമെൻറ് കോളേജിൽ എത്തിയപ്പോൾ വളരെ കുട്ടികളായിട്ടാണെങ്കിലും എല്ലാവരുമായിട്ടാണ് അധ്യാപകരായിട്ടാണെങ്കിലും ഒക്കെ വളരെ സന്തോഷത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും അപേക്ഷിച്ച് ഇവിടെ ഏറ്റവും നല്ല സന്തോഷം തന്നെയാണ്. ഈ കോളേജിൽ ഈ സുരക്ഷാ മേഖലയിൽ ജോലി ചെയ്യാൻ ഉണ്ടായ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ പ്രകാശേട്ടൻ പറഞ്ഞല്ലോ മുന്നേ ഇത് സുരക്ഷാ മേഖലയിൽ ജോലി ചെയ്തിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇവിടേക്ക് കോളേജിൻ്റെ ഇതിലേക്ക് എങ്ങനെ എത്തിയത്? അതായത് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് ഫസ്റ്റ് തന്നെ നാക്കിൻ്റെ വിസിറ്റ് ഉള്ള സമയത്ത് എന്നെ ഏജൻസി മുഖാന്തരമാണ് ഇവിടേക്ക് വരുന്നത്. അപ്പം ഞാനിവിടെ ഒരു മാസമെന്നോ അല്ലെങ്കിൽ 2 മാസമെന്നുള്ള ഇതില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പിന്നീടാണ് ഏജൻസി പറയുന്നത് 1 മാസത്തേക്കാണ് നമ്മളെ ഇവിടെ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ വന്നു 1.5 മാസം നമ്മളുടെ പെർഫോമൻസ് കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സാറുമാർ നമ്മൾ 1.5 മാസം എന്നുള്ള 2 മാസത്തോളം 2.5 മാസത്തോളം ഞാൻ അവിടെ ഈ സമയത്ത് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ബ്രേക്ക് വന്നതിന് ശേഷം വീണ്ടും ജൂണിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂണിൽ വീണ്ടും എന്നെ വിളിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ സാറുമാർ പറഞ്ഞു, ഇങ്ങനെ അതുപോലെ നിങ്ങളുടെ പെർഫോമൻസ് വളരെ നല്ലതാണ്. ഇപ്പോൾ സ്വയം പുകഴ്ത്തുകയല്ല, എന്നാലും പറയാണ് കുഴപ്പമില്ല, പിള്ളേരായിട്ടുള്ള മിംഗ്ലിംഗ് ഒക്കെ നല്ല ഇതിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഐ എം ഹാപ്പി. അപ്പോൾ പ്രകാശേട്ടാ ഈ സുരക്ഷാ മേഖലയിൽ കോളേജിൽ നീണ്ട ഷിഫ്റ്റുകളൊക്കെ ഉണ്ടായിട്ടില്ലേ? അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതിലെങ്ങനെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? നീണ്ട ഷിഫ്റ്റുകൾ എങ്ങനെയാണ് മാനേജ് ചെയ്തത് പ്രകാശേട്ടൻ? നീണ്ട ഷിഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ നാക്കിൻ്റെ വിസിറ്റ് വന്ന സമയത്തൊക്കെ വളരെയധികം പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചായ കുടിക്കാൻ ചിലപ്പോൾ സമയം കിട്ടില്ല, ചിലപ്പോൾ ഊണ് കഴിക്കാൻ സമയം കിട്ടില്ല. പക്ഷേ എന്നാലും നമുക്കതൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. ജോലിനെ അത്രയ്ക്ക് മാത്രം സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം, എന്താണെന്നുള്ള അറിയില്ല, നമുക്കതൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. അത് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി എല്ലാം വളരെയധികം ശ്രദ്ധിച്ചിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ സുരക്ഷാ മേഖലയിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ കോളേജ് ഗേറ്റ് എന്തെങ്കിലും പിള്ളേർ അടിപിടി ഉണ്ടാകുന്ന സമയത്ത് അടച്ചിടാൻ പറയുക, അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു? അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഇലക്ഷന്റെ ടൈമിൽ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പോലീസുകാരും ഉണ്ടായിരുന്നു, മറ്റുള്ള എല്ലാ വിദ്യാർത്ഥികളും നമ്മളെ ഗേറ്റിന് പുറത്തായിരുന്നു നിന്നിരുന്നത്. ആ സാഹചര്യത്തിൽ ഇലക്ഷന്റെ അന്ന് ഡിക്ലെയർ ചെയ്യുന്ന അന്ന് ആ സാഹചര്യത്തിൽ CIയും പ്രിൻസിപ്പാളും നമ്മളടുത്ത് ഓർഡർ ഇറക്കിയിരുന്നു, ഒരു കാരണവശാലും ഗേറ്റ് തുറക്കരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ പിടിച്ചു നിന്ന് നമ്മളെ എല്ലാ വിദ്യാർത്ഥികളും അവിടെ നിന്ന് ഗേറ്റ് തുറക്കണം പ്രകാശേട്ടാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, തുറക്കണോ എന്ന് പറഞ്ഞു. അപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ എല്ലാവരും കൂടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു ഗേറ്റ് തുറന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ അപ്പം തന്നെ ഞാൻ പ്രിൻസിപ്പാളെ വിളിച്ചു. പ്രിൻസിപ്പാൾ പറഞ്ഞു എന്നാ തുറന്നു കൊടുക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഗേറ്റ് തുറന്നു കൊടുത്തപ്പോൾ എല്ലാവരും കൂടി ഉള്ളിൽ കയറി സന്തോഷത്തോടു കൂടി പുറത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഉയർന്ന സമ്മർദ്ദമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു? നമുക്ക് അങ്ങനെ സമ്മർദ്ദം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ ഇതിന് മുന്നുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അതുപോലെയുള്ള ഒരു പ്രഷർ ഉണ്ടായിരുന്നു. ജോലിയിലും ഭയങ്കര ഒരു പ്രഷർ വരിക, ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അത് നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം തന്നെ. സമ്മർദ്ദം അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റാണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില സാഹചര്യത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റില്ല. അന്ന് വൈകുന്നേരം വരെ 24 hours നമ്മൾ ഡ്യൂട്ടി എടുത്ത സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പ്രഷർ വരുമായിരുന്നു നമുക്ക്. ഇപ്പം അങ്ങനത്തെ ഇതൊന്നുമില്ല, നമുക്ക് വളരെ ഹാപ്പി.
പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ കോളേജിൽ സുരക്ഷാ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറകൾ മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ നമ്മുടെ ഗേറ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ എങ്ങനെയാണ് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയോ, പഠിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേ? അതായത് ഇതിനു മുന്നേ ഇതുപോലുള്ളൊരു സിസ്റ്റം ഇല്ല. എന്താ കാരണം വെച്ചാൽ ക്യാമറ എല്ലാം അവിടെ ഉണ്ടായിരുന്നു, ക്യാമറ സിസ്റ്റങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഗേറ്റ് ഓട്ടോമാറ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ റിമോട്ട് മുഖാന്തരം തുറക്കുന്നതോ അടയ്ക്കുന്നതോ ഇല്ല. എല്ലാം നമ്മൾ കൈകൊണ്ട് അടയ്ക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടാണ്, അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ ഗേറ്റ് തുറന്ന് പകുതിക്ക് അല്ലെങ്കിൽ കുറച്ച് തുറന്ന് ആളെ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 വീലർ ആണെങ്കിൽ കുറച്ച് തുറന്ന് 2 വീലർ മാത്രം പാസ് ചെയ്യുന്നു. കാറ് വരുന്ന സമയത്ത് അതിന് സ്പേസ് ഇട്ട് കൊണ്ട് നമ്മൾ തുറന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ജോലി ചെയ്യുമ്പോൾ ഒരു വലിയൊരു ഭാരമായിട്ട് നമുക്ക് തോന്നാറില്ല, നല്ലൊരു സൗകര്യമായിരുന്നു. പിന്നെ ക്യാമറ സിസ്റ്റങ്ങളെല്ലാം അവിടെ ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് ക്യാമറ സിസ്റ്റങ്ങളെല്ലാം. ഇവിടെ എല്ലാ ക്യാമറകളും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ധൈര്യമുണ്ട്, എന്തൊരു കാര്യം ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് നല്ലൊരു കാര്യം തരും. പിന്നെ അതേപോലെ തന്നെ ഞാൻ കേട്ടൊരു കാര്യമാണ്, പ്രകാശേട്ടന് ഡിഫൻസിൽ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പ്രകാശേട്ടനെ കാണുമ്പോഴും ഒരു അങ്ങനത്തെ ഒരു ഓഫീസറിനെ പോലെ ഫീൽ ചെയ്യും. എന്താണ് പ്രകാശേട്ടൻ അതിൽ എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ, ബിഹൈൻഡ് ദ സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഡിഫൻസിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരുപാട് ട്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പല മേഖലയിൽ RPF ആയിട്ട്, അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട്, പിന്നെ മിലിറ്ററിയിലേക്ക്, അങ്ങനെ പല രീതിയിലും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ചെറിയ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. എൻ്റെ ഏട്ടൻ മിലിറ്ററിയിലാണ്, ഇപ്പോൾ റിട്ടയർഡായി, ഇപ്പോൾ ഹോം ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ സാഹചര്യങ്ങളാണ് ഓരോ മനുഷ്യന് ഇതാക്കുന്നതെന്ന് പറഞ്ഞതുപോലെ ഒരു 5 പ്രാവശ്യത്തോളം എനിക്ക് ചാൻസ് തന്നിട്ടുണ്ട്. ഒരു ആബിൽദാർ, എനിക്ക് കണ്ണിൻ്റെ ചെറിയൊരു ലോങ് സൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ ഹൈറ്റും ഇതെല്ലാം കണ്ടതുകൊണ്ട് തന്നെ അവരൊരു 4-5 പ്രാവശ്യം എന്നെ വിളിച്ചു നിർത്തി ഇങ്ങനെ ട്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഇതിലേക്ക് പോയ സമയത്ത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു, എല്ലാം പാസ്സായി. അതേപോലെ അത് ചെറിയൊരു ഇതുണ്ട്, അതായത് കൈക്കൂലിൻ്റെ പേരിൽ കയറി പോകുന്നൊരു സാഹചര്യമായിരുന്നു. റിട്ടേൺ ടെസ്റ്റ് എഴുതി എല്ലാം പാസ്സായി, എല്ലാം ഇതായിരുന്നു. എന്നൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. പക്ഷെ അത് സാഹചര്യം കൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് മാത്രം പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ പ്രകാശേട്ടൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവം പങ്കുവെക്കാൻ പറ്റുമോ നമുക്ക് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നല്ലതും ഉണ്ടായിട്ടുണ്ട്, ചീത്തയും ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഞാൻ മോശപ്പെട്ടത് തന്നെ പറയാം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് 12 വർഷത്തോളം ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. ആ സമയത്ത് നല്ലൊരു പൊസിഷനിലായിരുന്നു. അപ്പോൾ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം എൻ്റെ ഓഫീസിൽ വരികയും കാണുകയും, ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഓഫീസിൽ വരികയും കാണുകയും ഒക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, നീ നല്ലൊരു പൊസിഷനിലായല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. എനിക്ക് പ്രത്യേക സാഹചര്യത്തിൽ ആ ജോലി വിടേണ്ട വന്നു. അച്ഛൻ മരിച്ചു, വീട്ടിൽ ആളില്ലാത്തൊരു സാഹചര്യം വന്നു. അമ്മയും 2 പെൺകുട്ടികളും വൈഫും മാത്രമേ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ ജോലി റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് പ്രത്യേക സാഹചര്യത്തിൽ ഈ ജോലിക്ക് സെക്യൂരിറ്റി ജോലിക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഞാൻ മിൽമയിൽ ജോയിൻ ചെയ്തു. മിൽമയിൽ സെക്യൂരിറ്റി ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ഈ സമയത്ത് അവിടെ ഈ പറഞ്ഞ ഒരു വ്യക്തി, പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ഈ വ്യക്തി ഒരു പോലീസുകാരനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ഒരുമിച്ച് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്ന ഒരു വ്യക്തികളാണ്. അങ്ങനെ ആ വ്യക്തി അവിടെ ഒരു ഗാർഡ് ഡ്യൂട്ടിക്കായിട്ട് വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ പുള്ളി എന്നിൽ നിന്ന് മാറിപ്പോയി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നിൽ നിന്ന് ഞാൻ അടുത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം മാറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ നീ അന്ന് എന്നെ കണ്ടപ്പോൾ മാറിപ്പോയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇതാണ്, അതായത് നിനക്ക് ഫീൽ ചെയ്യണ്ട എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ മാറിപ്പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആത്മാർത്ഥ സുഹൃത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത് വന്ന് എന്നാണ് ചോദിക്കേണ്ടത്. പക്ഷേ ഞാൻ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ ആയതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയതായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതായിരിക്കാം, എന്താണെന്നുള്ള അറിയില്ല. നമ്മളായിട്ട് ആ ഒരു ബന്ധം നല്ല രീതിയിലല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തി എന്നിൽ നിന്നും അകന്നു പോയത്. അത് എന്നെ നല്ലതായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ജോലി എടുത്തത് കൊണ്ടായിരിക്കാം അവൻ അങ്ങനെ. അതെ, നമ്മള് അവിടെ സെക്യൂരിറ്റി ആണ് എന്ന് കണ്ടത് കൊണ്ടായിരിക്കാം. അപ്പോ ഞാൻ അവിടുന്ന് പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്,
എപ്പോഴും നമ്മൾ നല്ലൊരു പൊസിഷൻ കണ്ടെത്തുക ഉം. ജീവിതത്തിൽ, അത് വലിയൊരു കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ ഈ സന്തോഷങ്ങളും ഒക്കെ അത്യാവശ്യം തന്നെ. കലാലയ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞൊരു നിമിഷങ്ങളാണ് ഇപ്പോൾ ഉള്ളതെല്ലാം. ഇത് നമുക്ക് വേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു പൊസിഷൻ അത് ജീവിതത്തിൽ അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരുടെ കൂട്ടത്തിലോ നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നത് നമ്മുടെ അടുത്ത് എന്താ ജോലി എന്നുള്ളതാണ്. അപ്പം നമ്മൾ താഴ്ന്ന കടയിലാണ്, മറ്റുള്ളവരൊക്കെ മുന്തിയ കടയിലാണെങ്കിൽ നമ്മളുടെ ഒരു തരം താഴ്ന്ന് കാണാൻ ഇടവരും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. നമ്മൾ തമാശയും കളികളും ചിരികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്യാമ്പസിൽ നമുക്ക് വേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം തന്നെയാണ്. നമുക്ക് പണവും വേണം, അതുപോലെ നല്ലൊരു പൊസിഷനും വേണം. അത് ജീവിതത്തിൽ എന്നും നമുക്ക് നിലനിൽക്കും. പിന്നെ അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ, സ്റ്റാഫ്, മറ്റ് ടീച്ചർമാർ, അവരായിട്ട് എങ്ങനെയാണ് ബന്ധം? ഇപ്പോഴും എങ്ങനെയാണ് പ്രകാശേട്ടന്? ഇപ്പം എല്ലാവർക്കും പ്രകാശേട്ടനാണ് മൊത്തത്തിൽ ക്യാമ്പസിൽ. അതെങ്ങനെയാണ് പ്രകാശേട്ടൻ ഇങ്ങനെ നിലനിർത്തി പോകുന്നത്? അതായത് ഇവിടുത്തെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. എൻ്റെ മക്കളെ എങ്ങനെ കാണുന്നു ആ രീതിയിലാണ് ഞാൻ ഇവിടെയുള്ള മക്കളെ കാണുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ പെൺകുട്ടികൾ പോകുന്ന സമയത്താണെങ്കിലും എൻ്റെ മക്കളെയാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ എല്ലാവരുടെ അടുത്തും പെരുമാറുന്നത്. ഇപ്പോൾ ജെൻസ് ആണെങ്കിലും അവർ നമ്മളെ അടുത്ത് വന്ന് തോളത്ത് കൈയിട്ട് അല്ലെങ്കിൽ ഷെയ്ക്കാൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് ആ സന്തോഷം പങ്കുവെക്കുമ്പോൾ അത് മറക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേഗം കൊരുത്തരിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഏതൊരു ആൾക്കാർ നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ ഇതുവരെ നമ്മുടെ അടുത്ത് അങ്ങോട്ട് നിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് നിൽക്കും. ആ അത്ര സ്നേഹബന്ധത്തോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നെഗറ്റീവ്സ് ഇതുവരെ അല്ല. എതിർത്ത് പറയുക അല്ലെങ്കിൽ അവർ നമ്മളെ മോശമായി പറയുക ഒന്നും തന്നെ ഇതുവരെ ഈ ഇത്രയും മാസത്തെ 8-9 മാസത്തെ അനുഭവത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാവരും വന്ന് വളരെ സ്നേഹത്തോടുകൂടി ഹഗ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഷെയ്ക്കാൻ്റെ തരുന്നു. അത് വലിയൊരു സന്തോഷം തന്നെയാണ്. നമുക്ക് വേറെ എവിടെയും കിട്ടാത്തൊരു സന്തോഷം. അതേപോലെ തന്നെ അധ്യാപകർ, അനധ്യാപക സ്റ്റാഫുകൾ, അവരൊക്കെ നമ്മൾ മറ്റു മേഖലകളിൽ, അതായത് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു 2ാം കടയിൽ കാണുന്ന ഒരു രീതിയിലാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അധ്യാപകരായിക്കോട്ടെ മറ്റുള്ള സ്റ്റാഫുകളായിക്കോട്ടെ നമ്മളോട് വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ടാണ് പെരുമാറുന്നത്. ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മളെ ഏട്ടൻ എന്നുള്ള രീതിയിൽ നമ്മൾ വിളിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും അതൊക്കെ നമുക്ക് മറ്റുള്ള സ്ഥാപനത്തെ അപേക്ഷിച്ച് ഇവിടെ തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് ഞാൻ കാണുന്നത്. വളരെ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്താ പ്രകാശേട്ടന് ഈ തൊപ്പി അറിഞ്ഞോടുള്ള അതിയായ മോഹമാണോ ഇപ്പോഴും ഈ തൊപ്പിന്റെ പിന്നിലെ രഹസ്യം? തീർച്ചയായിട്ടും നമുക്ക് അതിയായ മോഹം കൊണ്ട് തന്നെയാണ്, നമ്മൾ മിലിറ്ററിക്കാരനാകാൻ പറ്റാത്ത ഒരു സങ്കടം കൊണ്ട് തന്നെയാണ് നമ്മൾ ആ തൊപ്പി ഇപ്പോഴും അത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താ പ്രകാശേട്ടാ നല്ല വിശേഷങ്ങൾ, കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. എങ്ങനെയുണ്ട് ഇന്റർവ്യൂ? ഇഷ്ടമായി? വളരെ സന്തോഷം. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഇന്റർവ്യൂ ചെയ്യാന്ന്. ജീവിതത്തിലെ നല്ല ഇനി മറക്കില്ല ഒരിക്കലും. നമ്മൾ ഇവിടുന്ന് വിട്ടു പോയാലും അതുപോലെ തന്നെ എപ്പോഴാണെങ്കിലും മരിക്കുന്ന അതുവരെ ഈ ഓർമ്മ എത്തും. സന്തോഷം. എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഞാനാണ് സന്തോഷിക്കുന്നത്. നിങ്ങള് ആ ഒരു ഇത് എന്നെയാണ് തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞപ്പോ തന്നെ സത്യത്തിൽ ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പൊ തന്നെ ഞാൻ പ്രിപ്പയർഡ് ആയി തുടങ്ങി. ഞാൻ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പ്രിപ്പയർഡ് ആയി തുടങ്ങി. പക്ഷെ ഞാൻ ഇപ്പൊ ഷെയർ ചെയ്ത കാര്യങ്ങളെല്ലാം എന്റെ അനുഭവങ്ങൾ തന്നെയാണ്. അതിൽ നമുക്ക് കൃത്രിമമായിട്ടൊന്നും തന്നെ എല്ലാം വളരെ സിൻസിയറായിട്ട്. ക്യാമറാമാൻ നിഖിലിനോടൊപ്പം ഇറ്റ്സ് മീ ഐഷ സെന സൈനിങ് ഔട്ട്.